എല്ലാവർക്കും നമസ്കാരം. ഞാനും എൻ്റെ മകളും കൂടി ഇപ്പോൾ ഒരു ആൾ ഇന്ത്യ ടൂർ നടത്തിയിട്ട് വന്നതേയുള്ളൂ. കാറിലാണ് പോയത്. വാഗണർ വണ്ടിയാണ് യാത്രയ്ക്കായി ഉപയോഗിച്ചത്. മകളുടെ ആഗ്രഹപ്രകാരം പെട്ടെന്നുള്ള യാത്രയായിരുന്നു. ഏപ്രിൽ 26 ഞായറാഴ്ച രാവിലെ 4 മണിക്കാണ് നമ്മൾ തിരുവനന്തപുരത്ത് നെട്ടയത്ത് നിന്നും പുറപ്പെട്ടത്. മെയ് മാസം 9-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ വൈകുന്നേരം 11 മണിയോടെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അതായത് 15 ദിവസത്തെ യാത്ര. ഈ 15 ദിവസം കൊണ്ട് ഞങ്ങൾ സഞ്ചരിച്ച ദൂരം 10,000 കിലോമീറ്ററാണ്. വളരെ കുറച്ച് സ്പോട്ടുകൾ ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഏകദേശം അവിടെയെല്ലാം എത്തിച്ചേരുകയും ചെയ്തു. ആദ്യം മാരുതിയുടെ വാഗണർ കാറിനെ കുറിച്ച് 2 വാക്ക്. നല്ല സൂപ്പർ കാറാണിത്. നമ്മുടെ ഈ 10,000 കിലോമീറ്റർ യാത്രക്കിടയിൽ 10 രൂപയുടെ കാറ്റ് പോലും ഞങ്ങൾ വണ്ടിക്കടിച്ചിട്ടില്ല. വളരെ സുരക്ഷിതമായി തന്നെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. വണ്ടി ഓടിച്ച വേഗതയെന്ന് പറയുന്നത് ശരാശരി 100-120 കിലോമീറ്റർ സ്പീഡിലാണ്. കേരളത്തിൽ മാത്രം 80 കിലോമീറ്റർ വേഗതയിൽ ഓടി. കാരണം പെറ്റികളുടെ സ്വന്തം നാടാണല്ലോ കേരളം. ഈ 10,000 കിലോമീറ്റർ ഇന്ത്യ മൊത്തത്തിൽ ഓടിയിട്ട് എനിക്ക് ഒരു പെറ്റി പോലും വന്നിട്ടില്ല. ഇനി ഞങ്ങൾ പോയ റൂട്ടിലെ റോഡുകളെക്കുറിച്ച്. കേരളത്തിലെ റോഡുകൾ മഹാശോചനീയമാണ്. ഇവിടെ വണ്ടി ഓടിക്കാൻ വളരെ പാടാണ്. ഗോവ വഴി മുംബൈയിലെ പനവേൽ വരെ വളരെ ബുദ്ധിമുട്ടിയാണ് എത്തിച്ചേർന്നത്. ഉത്തരേന്ത്യ എത്തിയുടെ കഥയാകെ മാറി. മുംബൈ ഡൽഹി എക്സ്പ്രസ് വേ അതൊരു സംഭവമാണ്. 10 വരി പാതയാണ് അവിടെയുള്ളത്. 120 കിലോമീറ്റർ വരെ ആ പാതയിൽ നമുക്ക് വാഹനം ഓടിക്കാം. ആ പാതയിലൂടെ ഡൽഹി വരെയുള്ള യാത്ര ഒരു സ്വപ്ന യാത്രയായിരുന്നു. വാഹനം ഓടിക്കുകയില്ല, ഒഴുകിപ്പോവുകയാണ്. ഗിയറും വേണ്ട, ക്ലച്ചും വേണ്ട, ബ്രേക്കും വേണ്ട, ആക്സിലേറ്റർ മാത്രം മതി. അതുപോലെ പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്ത ഡൽഹിയിൽ നിന്നും ഖത്ര വരെയുള്ള എക്സ്പ്രസ് വേ വഴി വണ്ടി ഓടിച്ചു. അത് 4 വരി പാതയാണെങ്കിലും നമുക്ക് 120 കിലോമീറ്റർ വരെ വേഗത്തിൽ വണ്ടി ഓടിക്കാം. ഒരു സൂപ്പർ റോഡാണ് അതും. ശ്രീനഗർ, മണാലി എന്നീ സ്ഥലങ്ങളിൽ അവിടുത്തെ പാറകൾ മുഴുവൻ തുരന്ന് റോഡുണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തുരങ്കങ്ങൾ ഉള്ളത് നമ്മൾ മണാലിയിൽ പോകുന്ന വഴിക്കാണ്. പഞ്ചാബിൽ നിന്നാണ് മണാലിയിലേക്ക് പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപ്പാതയായ ഭാരമുള്ള ശ്രീനഗർ തുരങ്കത്തിൽ വാഹനം ഓടിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ മണാലിയിലെ അടൽ ടണലിലും. അടൽ ടണലിന് ഏകദേശം 9 കിലോമീറ്റർ നീളമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു റോഡ് ഡൽഹിയിലെ മീററ്റിൽ നിന്നും പ്രയാഗ്രാജ് വരെ പോകുന്ന എക്സ്പ്രസ് ഹൈവേയാണ്. അതൊരു 6 വരി പാതയാണ്. അതുവഴി വണ്ടി ഓടിക്കുന്ന അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയ്ക്ക് സുന്ദരമാണ് ആ റോഡ്. റോഡുകളുടെ കാര്യം പറഞ്ഞാൽ ഏറ്റവും നല്ല റോഡുകളുള്ളത് ഉത്തർപ്രദേശിലാണ്. നല്ല തിളക്കമുള്ള റോഡുകളാണ് അവിടെയുള്ളത്. റോഡുകളിൽ ഒരു കല്ല് പോലും ഇളവിക്കിടപ്പുണ്ടായിരിക്കുകയില്ല. ഇങ്ങനത്തെ റോഡുകളിൽ വണ്ടി ഓടിച്ചത് കൊണ്ടാണ് നമുക്ക് വെറും 15 ദിവസം കൊണ്ട് 10,000 കിലോമീറ്റർ സഞ്ചരിക്കുവാൻ സാധിച്ചത്. ഉത്തരേന്ത്യയിൽ BJP വീണ്ടും അധികാരത്തിൽ വരുന്നതിനെ ഇവിടെ പലരും വിമർശിക്കുകയാണ്. വെറുതെയൊന്നുമല്ല അവർ വീണ്ടും അധികാരത്തിൽ വരുന്നത്. അവിടുത്തെ
വികസന പ്രവർത്തനങ്ങൾ കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. ഒരു സ്റ്റേറ്റ് നന്നാവണമെങ്കിൽ അവിടുത്തെ റോഡുകൾ നന്നാവണം. അത് തെളിയിച്ച 2 സംസ്ഥാനങ്ങളാണ് ഗുജറാത്തും ഉത്തർപ്രദേശും. ഏകദേശം 15 വർഷം മുമ്പ് ഇതേ റൂട്ടിൽ ഞാൻ കാറിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അന്ന് 2 മാസം കൊണ്ടാണ് ഞാൻ യാത്ര പൂർത്തിയാക്കിയത്. ആ യാത്രയാണ് ഇപ്പോൾ വെറും 15 ദിവസം കൊണ്ട് ഓടിത്തീർത്തത്. അതിന് നന്ദി പറയേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് തന്നെയാണ്. CNG വാഹനത്തിലാണ് ഞങ്ങൾ പോയത്. CNG ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയത് ഗുജറാത്തിൽ നിന്നാണ്, വെറും 79 രൂപയ്ക്ക്. ഇവിടെ നിന്നും 92 രൂപ 50 പൈസയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ഗുജറാത്തിലും UP-യിലുമെല്ലാം പെട്രോൾ വില വെറും 94 രൂപ 40 പൈസ മാത്രമേ ഉള്ളൂ. ഡൽഹിയിലും അതുപോലെയാണ്. പിന്നെ നന്ദി പറയേണ്ടത് ഗൂഗിൾ മാപ്പിനോടാണ്. ഈ 10,000 കിലോമീറ്റർ ഓടിയപ്പോൾ ഒരു സ്ഥലത്ത് പോലും ഞങ്ങൾക്ക് വഴി ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. എല്ലായിടത്തും വളരെ കൃത്യമായി തന്നെ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ എത്തിച്ചു. വാഹനം ഓടിക്കുന്നെങ്കിൽ ശ്രീനഗർ റൂട്ടിലേക്ക് വാഹനം ഓടിക്കണം. അവിടുത്തെ ഹൈറേഞ്ചാണ് യഥാർത്ഥ ഹൈറേഞ്ച്. മൂന്നാറും ഊട്ടിയും കൊടൈക്കനാലും ഒന്നുമല്ല. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം പോയത് മുർദേശ്വർ അമ്പലത്തിലാണ്. അവിടെ നിന്നും ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കാണ് പോയത്. വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ നേരിട്ട് കാണേണ്ടത് തന്നെയാണ്. പിന്നീട് അവിടെ നിന്നും പഞ്ചാബിലെ സിഖുകാരുടെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോയത്. അവിടെ ഒരു ദിവസം റൂമെടുത്ത് തങ്ങിയാണ് കാഴ്ചകളെല്ലാം കണ്ടത്. പിന്നീട് അവിടെ നിന്നും മണാലിയിലേക്ക് പോയി. ഹിമാലയ പർവ്വതങ്ങൾക്കിടയിലൂടെ മണാലി യാത്ര ഒരു പ്രത്യേക അനുഭവമാണ്. മണാലിയിൽ എത്തുന്നതുവരെ 10ഓളം കൂറ്റൻ തുരങ്കങ്ങളുണ്ട്. മണാലിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തു. മണാലിയിൽ നിന്നും പിന്നീട് നേരെ പോയത് ശ്രീനഗറിലേക്കാണ്. അവിടെ ഡാൽ ലേക്കിൽ ബോട്ടിംഗ് നടത്തിയപ്പോൾ അവിടുത്തെ ഡ്രസ്സും ധരിച്ച് മകളുടെ കുറേ ഫോട്ടോകളെടുത്തു. ഡാൽ ലേക്കിലൂടെയുള്ള ബോട്ടിംഗ് ഒരു പ്രത്യേക അനുഭവമാണ്. ശ്രീനഗറിൽ നിന്നും നമ്മൾ പിന്നീട് വണ്ടി നിർത്തിയത് അയോധ്യ അമ്പലത്തിലാണ്. അയോധ്യ അമ്പലത്തിൽ നിന്നും കാൺപൂരിലുള്ള യാത്ര തുടർന്ന നമ്മൾ വണ്ടി നിർത്തിയത് പ്രയാഗ്രാജിലാണ്. ഇവിടെ നിന്നും ലക്നൗ, ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനത്ത് പോകുവാൻ വെറും 25 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ അയോധ്യയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 3 മണിക്കൂർ യാത്രയുണ്ട്. ഇവിടുത്തെ റോഡുകളെല്ലാം നല്ല വീതിയുള്ളതും 100-120 കിലോമീറ്റർ സ്പീഡിൽ പോകാവുന്ന തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്നതുമാണ്. ചുമ്മയല്ല യോഗി ആദിത്യനാഥ് ഇവിടെ സ്ഥിരമായി വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ റോഡ് വികസനമെന്ന് പറഞ്ഞാൽ അപാരമാണ്. എല്ലാ ചെറിയ ജംഗ്ഷനുകളിലും മേൽപ്പാലങ്ങളുണ്ട്. ഇതെല്ലാം ഒന്ന് വന്ന് കാണേണ്ടതാണ്. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഇതെല്ലാം കണ്ടതിന് ശേഷം അവിടെയും ഇതെല്ലാം നടപ്പിലാക്കേണ്ടതാണ്. BJP സർക്കാർ വിജയിക്കുന്ന സ്ഥലങ്ങളിലൊന്നും അവർ വീണ്ടും പരാജയപ്പെടുന്നില്ല. തുടർ ഭരണമാണ് അവർക്കുള്ളത്. അതിന് കാരണം ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങളാണ്. റോഡുകളെല്ലാം നല്ല ക്ലീനാണ്. ഇത് ഞങ്ങൾ അയോധ്യ അമ്പലത്തിന് വെളിയിൽ വെച്ചെടുത്ത ഫോട്ടോയാണ്. അമ്പലത്തിനകത്തേക്ക് ഫോൺ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. നമ്മൾ ബോട്ടിൽ സംഗമസ്ഥാനത്തേക്ക് പോവുകയാണ്.
ഇവിടെ ബോട്ടുകളെ ബഹളമാണ്. ബോട്ടുകളെല്ലാം തമ്മിൽ കൂട്ടിയിടിക്കുന്നു. ഇവിടെയാണ് ത്രിവേണി സംഗമം നടക്കുന്നത്. ഗംഗ, യമുന, ബ്രഹ്മപുത്ര നദികൾ. ബ്രഹ്മപുത്ര നദി ഭൂമിക്കടിയിലെന്നാണ് ഐതിഹ്യം. ഈ പരിസരത്ത് അസ്ഥിയൊഴുക്ക് എല്ലാം നടക്കുകയാണ്. പ്രയാഗ്രാജിൽ നിന്നും പിന്നീട് നമ്മൾ വാഹനം നിർത്തിയത് തിരുപ്പതിയിലാണ്. ഏകദേശം 1800ഓളം കിലോമീറ്ററാണ് പ്രയാഗ്രാജിൽ നിന്നും തിരുപ്പതി അമ്പലത്തിലേക്കുള്ള ദൂരം. എന്ന് തിരുപ്പതിയിൽ എത്തിച്ചേരും എന്ന് പറയുവാൻ സാധിക്കാത്തതുകൊണ്ട് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തില്ല. സാധാരണക്കാരുടെ ക്യൂവിൽ ഫ്രീയായാണ് നമ്മൾ ദർശനം നടത്തിയത്. തിരുപ്പതിയിൽ ദർശനത്തിനായി ഏകദേശം 10 മണിക്കൂർ സമയമെടുത്തു. തിരുപ്പതിയിലെ അമ്പലത്തിലെ ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ അമ്പലങ്ങളിലെ ക്യൂ പോലെയല്ല. പോയിട്ടുള്ളവർക്ക് അറിയാം. തിരുപ്പതിയിലെ ക്യൂവിനെ കുറിച്ച് പ്രത്യേകിച്ച് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണക്കാർക്ക് ഇത്രയും സൗകര്യമൊരുക്കുന്ന മറ്റൊരു അമ്പലം ഇന്ത്യയിൽ തന്നെ ഇല്ലെന്ന് പറയാം. രാവിലെ 11 മണിക്ക് ക്യൂവിൽ കയറിയ ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ രാത്രി 9:30 കഴിഞ്ഞു. താഴെ ഒരു റൂം എടുത്തിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ ദർശനത്തിന് പോയത്. രാത്രി തന്നെ മലയിറങ്ങി റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം മെയ് 9 സെക്കൻഡ് സാറ്റർഡേ രാവിലെ 6 മണിയായപ്പോൾ തിരുപ്പതിയിൽ നിന്നും ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. രാത്രി 11 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ എത്തിച്ചേർന്നു. ഈ യാത്ര വിജയകരമാക്കിയതിൽ ഗൂഗിൾ മാപ്പിനും മാരുതി വാഗണർ കാറിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു.